നമ്മൾ ഇന്ന് ഡ്രോണുകളെയും സാറ്റലൈറ്റുകളെയും കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ 500 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ വിമാനമെന്ന വാക്കുപോലും കേട്ടിട്ടില്ലാത്ത കാലത്ത് ആകാശത്ത് ലോഹനിർമ്മിതമെന്ന് തോന്നിപ്പിക്കുന്ന വസ്തുക്കൾ തമ്മിൽ യുദ്ധം ചെയ്താൽ അത് എത്രത്തോളം ഭയാനകമായിരിക്കും. 1561 ഏപ്രിൽ 14 ന്യൂറംബർഗിലെ ജനങ്ങൾ കണ്ടത് വെറുമൊരു വെളിച്ചമായിരുന്നില്ല. അവർ കണ്ട ഓരോ രൂപത്തിനും കൃത്യമായ വിവരണങ്ങൾ ഹാൻസ് ഗ്ലാസർ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും നിഗൂഢമായ 3 കാര്യങ്ങളാണ്: രക്തവർണ്ണത്തിലുള്ള കുരിശുകൾ, ഭീമാകാരമായ കുഴലുകൾ, പിന്നെ ആ ഭീകരമായ കറുത്ത കുന്തം. ആകാശത്ത് യുദ്ധം തുടങ്ങുന്നതിനു മുന്നോടിയായി കണ്ടത് രക്തം കട്ട പിടിച്ചതുപോലെയുള്ള ചുവന്ന നിറത്തിലുള്ള വലിയ കുരിശുകളാണ്. ചിലർ പറയുന്നത് സൂര്യനു ചുറ്റുമായിട്ടാണ് ഇവ പ്രത്യക്ഷപ്പെട്ടതെന്നാണ്. മധ്യകാലഘട്ടത്തിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കുരിശെന്നത് ദൈവത്തിന്റെ അടയാളമാണ്. അത് ചുവന്ന നിറത്തിൽ കാണപ്പെടുക എന്നത് വരാനിരിക്കുന്ന വലിയൊരു നാശത്തിന്റെയോ അല്ലെങ്കിൽ ദൈവകോപത്തിന്റെയോ സൂചനയായി അവർ ഭയപ്പെട്ടു. ശാസ്ത്രത്തിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സൺ പില്ലേഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് പില്ലേഴ്സ് എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ്. അന്തരീക്ഷത്തിലെ ഐസ് ക്രിസ്റ്റലുകളിൽ തട്ടി സൂര്യപ്രകാശം പ്രതിഫലിക്കുമ്പോൾ ലംബമായ പ്രകാശരശ്മികൾ ഉണ്ടാകാറുണ്ട്. ഇവ തിരശ്ചീനമായ വരികളുമായി കൂട്ടിമുട്ടുമ്പോൾ ഒരു കുരിശിന്റെ ആകൃതി തോന്നിക്കാം. രാവിലെയും വൈകുന്നേരവും സൂര്യപ്രകാശം ചുവപ്പ് നിറത്തിലായതുകൊണ്ട് ഈ കുരിശുകൾക്ക് രക്തവർണ്ണം ലഭിക്കാനും സാധ്യതയുണ്ട്. ചരിത്രത്തിലെ ഇത്തരം നിഗൂഢമായ സത്യങ്ങൾ ഇനിയും അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താനും മറക്കരുത്. ഹാൻസ് ഗ്ലാസറിന്റെ വിവരണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ആകാശത്ത് കണ്ട വലിയ സിലിണ്ടർ രൂപങ്ങളാണ്. അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് വലിയ കുഴലുകൾ എന്നാണ്. ഓരോ വലിയ കുഴലിനുള്ളിൽ നിന്നും 3ഉം 4ഉം അതിലധികവും ചെറിയ ഗോളങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ ഗോളങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കുകയും വെടിയുതിർക്കുന്നതുപോലെ ചലിക്കുകയും ചെയ്തിരുന്നു. ഇന്നത്തെ UFO ഗവേഷകർ ഇതിനെ വിളിക്കുന്നത് മദർഷിപ്പുകൾ അല്ലെങ്കിൽ മദർഷിപ്സ് എന്നാണ്. ചെറിയ വിമാനങ്ങളെ വഹിക്കുന്ന വലിയ വിമാനം പോലെ. 1561 ജനങ്ങൾക്ക് മദർഷിപ്പ് എന്ന വാക്കറിയില്ലായിരുന്നു. അവർക്ക് പരിചിതമായത് പീരങ്കി കുഴലുകളും സാധാരണ കുഴലുകളുമാണ്. അതുകൊണ്ടാണ് അവരതിനെ അങ്ങനെ വിളിച്ചത്. ചില ശാസ്ത്രജ്ഞർ ഇതിനെ ഫാറ്റ മോർഗാന എന്ന വിചിത്രമായ മിഥ്യാദൃശ്യം മിറാജ് കൊണ്ട് വിശദീകരിക്കുന്നു. അന്തരീക്ഷത്തിലെ താപനിലയിലുണ്ടാകുന്ന മാറ്റം കാരണം ചക്രവാളത്തിലുള്ള വസ്തുക്കൾ നീണ്ടുയർന്ന് കാണപ്പെടാം. എന്നാൽ ആകാശത്തിന്റെ മധ്യഭാഗത്ത് യുദ്ധം ചെയ്യുന്നതുപോലെ ഇത്തരം മിഥ്യാദൃശ്യങ്ങൾ കാണപ്പെടുക എന്നത് അസാധ്യമാണെന്ന് മറ്റു ചിലർ വാദിക്കുന്നു. ഏകദേശം 1 മണിക്കൂർ നീണ്ടുനിന്ന ആകാശയുദ്ധത്തിനൊടുവിൽ അവിടെയുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളെയും തോൽപ്പിച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഒരു ഭീമാകാരമായ വസ്തു പ്രത്യക്ഷപ്പെട്ടു. അത് വലിയൊരു കറുത്ത കുന്തം പോലെയായിരുന്നു. അത് കണ്ടതോടെ അതുവരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഗോളങ്ങൾ അപ്രത്യക്ഷമായി. ആ കറുത്ത രൂപം ആകാശത്ത് ആധിപത്യമുറപ്പിച്ചു. നഗരവാസികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഈ കറുത്ത രൂപത്തെയായിരുന്നു. എന്തായിരുന്നു ആ കറുത്ത കുന്തം? യുദ്ധം നിയന്ത്രിക്കാൻ വന്ന മേലധികാരിയുടെ വാഹനമായിരുന്നു? അതോ അതൊരു പ്രകൃതി പ്രതിഭാസമായിരുന്നു? ഗ്ലാസറിന്റെ ചിത്രത്തിൽ ഇത് വളരെ വ്യക്തമായി വരച്ചിട്ടുണ്ട്. ഇതൊരു ഷാഡോ പ്രൊപ്പഗേഷൻ ആകാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു വാദം. അതായത് താഴെയുള്ള ഒരു മേഘത്തിന്റെയോ മലയുടെയോ നിഴൽ സൂര്യപ്രകാശത്തിന്റെ പ്രത്യേക കോണിൽ ആകാശത്തേക്ക് പതിച്ചതാകാം. എന്നാൽ ഇത്രയും കൃത്യമായ ആകൃതിയിലൊരു നിഴലുണ്ടാകുക എന്നത് വളരെ അപൂർവമാണ്. മറ്റൊരു സാധ്യത ഇതൊരു കറുത്ത പുക നിറഞ്ഞ വലിയ ഉൽക്കാശകലമായിരിക്കാം എന്നതാണ്. ദൃക്സാക്ഷികൾ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ യുദ്ധത്തിന് ശേഷം പല വസ്തുക്കളും തീ പിടിച്ച് ഭൂമിയിലേക്ക് വീഴുകയും അവിടെ പുക ഉയരുകയും ചെയ്തു എന്നാണ്. ശാസ്ത്രീയമായ പ്രതിഭാസങ്ങൾ ഒരിക്കലും ഭൂമിയിൽ വീണ് പുകയാറില്ല. അങ്ങനെയെങ്കിൽ 1561 ന്യൂറംബർഗിൽ ശരിക്കും എന്താണ് നടന്നത്? മനുഷ്യർ കണ്ടത് വെറുമൊരു പ്രകാശവിസ്മയമായിരുന്നോ, അതോ ഭൂമിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ രേഖപ്പെടുത്താത്ത മറ്റൊരു ലോകത്തുനിന്നുള്ള സൈന്യത്തിന്റെ കടന്നുകയറ്റമായിരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്നും ആകാശത്ത് എവിടെയോ മറഞ്ഞു കിടക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു പ്രകൃതി പ്രതിഭാസമാണോ അതോ അന്യഗ്രഹ ജീവികൾ തന്നെയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ മിസ്റ്ററി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി.